വെൽക്കം ടു വൺസ് കോച്ചിങ് സെന്റർ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ എന്തായിരുന്നു KTUവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് തെർമോഡൈനാമിക്സ് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് മൊഡ്യൂൾ 4 വരെ കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലേ. സോ ഇന്നത്തെ സെഷൻസിൽ നമുക്ക് എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സിന്റെ മൊഡ്യൂൾ 5ന്റെ പാർട്ട് ബിയിലുള്ള ക്വസ്റ്റ്യൻ സെറ്റ് 28 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെറ്റ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ. സോ ബിഫോർ ദാറ്റ് എന്തൊക്കെയാണ് പാർട്ട് ബിയിൽ നമ്മുടെ മൊഡ്യൂൾ 5ലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 5ലെ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതിനകത്ത് മിക്കവാറും ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് തിയറി ചോദിക്കുന്നുണ്ട്. പ്രോബ്ലം ഉള്ള ഒരു പാർട്ടും അത് മൊഡ്യൂൾ 4ലും 5ലും അങ്ങനെ തന്നെയാണ്. മൊഡ്യൂൾ 4ലെ ഒരു പാർട്ടിൽ ഒരു സെക്ഷനിൽ അത് നമുക്ക് രണ്ട് ഓപ്ഷണലൈസ് ക്വസ്റ്റൻ ആണ്. ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ തിയറിയോ ഡെറിവേഷൻസോ ആയിട്ട് ചോദിക്കും. ഇനി ഒരു സെഷൻസിൽ മാത്രം പ്രോബ്ലം ആണ്. കാരണം ആ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ ഇത്തിരി നമ്മളൊന്ന് ചിന്തിക്കേണ്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് കൊണ്ട് ഉള്ള സെക്ഷൻ കൊണ്ടാണ് അവർ തിയറി ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തായാലും തിയറി സെക്ഷൻ നമുക്ക് സൂപ്പറായിട്ട് ഈ ഒരു പാർട്ടിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബിഫോർ ദാറ്റ് എന്തൊക്കെയാണ് മൊഡ്യൂൾ 5ൽ സിലബസ് കവർ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട സിലബസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി നമ്മൾ മൊഡ്യൂൾ 4ൽ നമ്മുടെ മിക്സേഴ്സ് പ്യുവർ സബ്സ്റ്റൻസ് ആയിരുന്നു. ഇവിടെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ മിക്സേഴ്സ് ഓഫ് ഐഡിയൽ ഗ്യാസസ്, മോൾ ഫ്രാക്ഷൻ, മാസ് ഫ്രാക്ഷൻ, അതുപോലെ തന്നെ ഗ്രാവിമെട്രിക് ആൻഡ് വോളിയോമെട്രിക് അനാലിസിസ്, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ഡിസ്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, അതുപോലെ തന്നെ അമാഗാഡ്സ് ലോ ഓഫ് അഡിറ്റീവ് വോളിയം, ഗിബ്സ് ഡാൾട്ടൺസ് ലോ, ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് മോളിക്കുലർ വെയിറ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് മിക്സ്ചർ, ഇന്റേണൽ എനർജി, അതേപോലെ തന്നെ ജനറൽ എൻതാൽപ്പി, സ്പെസിഫിക് ആൻഡ് എൻട്രോപ്പി ഇൻട്രൊഡക്ഷൻ ടു റിയൽ ഗ്യാസ് മിക്സേഴ്സ്, കേസ് റൂൾ, ജനറൽ തെർമോഡൈനാമിക്സ് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ കമ്പൈൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് ഇക്വേഷൻസ്, Helmholtz and Gibbs functions, Maxwell relations, TDS equation, Kepler's equation, Clapeyron equation, അതുപോലെ തന്നെ equations for internal energy, enthalpy, entropy, specific heat. അതെല്ലാം in terms of Clapeyron ആണ് കേട്ടോ. Throttling process, Joule-Thomson coefficient, inversion curve എന്നുള്ളതാണ് അല്ലേ. സോ ഇതിനകത്ത് ഈ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിന്റെ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ജൂൾസ്-തോംസൺ കോഎഫിഷ്യന്റ്, ഇൻവേർഷൻ കർവ്, TDS ഇക്വേഷൻ്റെ ഡെറിവേഷൻ, ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പല 2019 ഇപ്പോൾ നമ്മൾ 2019 സ്കീമിലെ ബേസ്ഡ് ആണെങ്കിൽ പോലും നേരത്തെയും ഈ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അല്ലേ. അതേപോലെ തന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറും പാർഷ്യൽ വോളിയം, അഡിറ്റീവ് വോളിയം അതും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇത്തവണ ചോദിച്ചിരിക്കുന്നതും ആ രണ്ട് റീജിയനിൽ തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 2019 സ്കീമാണ്. 2019 സ്കീമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ജൂലൈ 2021 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ കോഡ് MET 202, ക്വസ്റ്റ്യൻ 3 hours 100 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലേ. ലാസ്റ്റ് 28 മാർക്കിനുള്ള സ്റ്റഡിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻ സെറ്റിലേക്ക് നോക്കാം. ഇതാണ് മൊഡ്യൂൾ 5ൽ ടോട്ടൽ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓവറോൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 19 and 20 ആണ് ക്വസ്റ്റ്യൻ വന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 19 ക്വസ്റ്റ്യൻ എ പാർട്ട് നോക്കിയാൽ മനസ്സിലാവും. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആൻഡ് അമഗാഡ്സ് ലോ ഓഫ് അഡിറ്റീവ് വോളിയം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ചെയ്ത ഡെറിവേഷൻ സെറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിക്സർ ഓഫ് ഐഡിയൽ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് 3 kg ഓഫ് നൈട്രജൻ ആൻഡ് 5 kg ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് എ പ്രഷർ ഓഫ് 300 kPa. കണ്ടീഷൻ തന്നിട്ട് തന്നിരിക്കുന്ന അതിൽ മോൾ ഫ്രാക്ഷൻ, അതുപോലെ തന്നെ ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റ് ഓഫ് മിക്സർ, ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് മിക്സർ, വോളിയം കണ്ടുപിടിക്കാൻ, പാർഷ്യൽ പ്രഷറും വോളിയം കണ്ടുപിടിക്കാൻ, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു പ്രോബ്ലം സെഷൻ അതിനകത്ത് വന്നിട്ടുണ്ട്. അടുത്ത സെഷൻ രണ്ടും എന്താണ്, തിയറിയാണ്. തിയറിയിൽ ഒന്ന് നമുക്ക് ജൂൾ കെൽവിൻ എഫക്ട് വിത്ത് റെസ്പെക്ട് ടു സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻവേർഷൻ കർവ് ആണ്. രണ്ടാമത് മാക്സ്വെൽ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് അധികം എക്സ്പ്ലനേഷൻ ഇല്ല. ജസ്റ്റ് എന്താണ് സിഗ്നിഫിക്കൻസ് ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക, കർവ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുക, കർവിന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. 7 മാർക്ക്. കർവ് വരയ്ക്കുന്നതിനുള്ള ആ മാർക്കാണ്, തെറ്റിക്കാതെ വരയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ മാക്സ്വെൽ ഇക്വേഷൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതാനുണ്ട്. ഒരു 4 സെറ്റ് ഓഫ് ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഡെറിവേഷൻ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മാർക്ക് കിട്ടും. നമുക്ക് ഓരോ സെറ്റിലെ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം അല്ലേ. സോ ക്വസ്റ്റ്യൻ നമ്പർ 19 എ പാർട്ട് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എന്താണ്, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറും അതുപോലെ തന്നെ അമഗാഡ്സ് ലോ ആണ്. ഓക്കെ, അഡിറ്റീവ് വോളിയം ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്താണ് പറയുക, പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് മോളിക്കുകൾ, ഇൻഡിവിജ്വൽ കമ്പോണൻസ്. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ ഒരു മിക്സർ തന്നെ കൺസിഡർ ചെയ്യുകയാണ്. ഒരു കണ്ടെയ്നറിനകത്ത് ഞാൻ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒരു 3 kinds ഓഫ് ഗ്യാസസിനെ മിക്സ് ചെയ്യുവാണ്. വൺ കൈൻഡ് ഓഫ് എ എന്ന് പറയുന്ന ഒരു ഗ്യാസ്, ബി എന്ന് പറയുന്ന ഒരു ഗ്യാസ്, അഗെയിൻ സി എന്ന് പറയുന്ന ഗ്യാസ്. സർട്ടൻ വോളിയത്തിൽ ഞാൻ 3 ഗ്യാസിനെയും കൂടി ഒരു പർട്ടിക്കുലർ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കണ്ടെയ്നറിൽ ഫീൽ ചെയ്യപ്പെടുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഡ്യൂ ടു ദ മോളിക്കുലർ
മൂവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടെയ്നറിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഓരോ ഗ്യാസ് മോളിക്യൂൾസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറുകളുടെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സം ടോട്ടൽ ഓഫ് എന്തായിരിക്കും ഇൻഡിവിജ്വൽ പ്രഷേഴ്സ് ആയിരിക്കും. ആ ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയാ നമ്മുടെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ പാർഷ്യൽ പ്രഷർ എന്താ പറയുക ആ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറുകളാണ്. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ദ ടോട്ടൽ പ്രഷർ ബൈ എ മിക്സർ ഓഫ് ഗ്യാസ് ഈക്വൽ ടു ദ സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഗ്യാസസ് എന്നാണ് അല്ലെ. അത് മനസ്സിലാക്കാൻ സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു ഡയഗ്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ 2 ഡിഫറെന്റ് മോളിക്യൂൾസ് ആണ് എടുക്കാൻ പോകുന്നത്. 1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് മോളിക്യൂളും ഗ്യാസ് മോളിക്യൂളും അനദർ സെറ്റ് ഓഫ് 2 എന്ന് പറയുന്ന നമ്പർ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അനദർ സെറ്റ് ഓഫ് മാസ് ഗ്യാസ് മോളിക്യൂൾസ് ആണ്. ഞാൻ ഇതിന്റെ സെപ്പറേറ്റ് പ്രഷർ ഇൻഡിക്കേറ്റ് ചെയ്തത് സെപ്പറേറ്റ് P1 മാത്രമുള്ള ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ഫിക്സ്ഡ് വോളിയം കണ്ടെയ്നറിനകത്ത് P1 എന്ന് പറയുന്ന ഒരു ഗ്യാസ് മാത്രം ഞാൻ ഫില്ല് ചെയ്തിട്ട് അതിന്റെ പ്രഷർ ഞാൻ ഇവിടെ P1 നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ P2 എന്ന് പറയുന്ന 2 എന്ന് പറയുന്ന ഗ്യാസ് ഞാനൊരു അതേ പർട്ടിക്കുലർ വോളിയം കണ്ടെയ്നർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ പ്രഷറും ഞാൻ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് P2. ഇതിന് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഞാൻ അതിന്റെ പ്രഷർ അനലൈസ് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് P. ദിസ് ഈസ് ദ ടോട്ടൽ പ്രഷർ ആൻഡ് ഈ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും P1 plus P2 ആയിരിക്കും. അതായത് ഇഫ് ദർ ഇസ് n നമ്പർ ഓഫ് കമ്പോണൻസ് എന്തായിരിക്കും P1 plus P2 plus P3 plus എക്സെട്ര അപ് ടു എന്തായിരിക്കും Pn ആയിരിക്കും. അതായത് P1 P2 P3 എന്ന് പറയുന്നതാണ് അവിടുത്തെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. സോ പാർഷ്യൽ പ്രഷറുകളുടെ അല്ലെങ്കിൽ ഓരോ കമ്പോണന്റ് അല്ലെങ്കിൽ ഓരോ മോളിക്യൂൾസിന്റെ എന്താ പറയാ ഓരോ സെറ്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഇപ്പം 1A എന്ന് പറയുന്ന ഗ്യാസ് ആണ് എടുക്കുന്നെങ്കിൽ ആ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് B എന്ന് പറയുന്ന ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പ്ലസ് എക്സെട്ര അപ് ടു എത്രയാണ് n നമ്പർ ഓഫ് ഗ്യാസ് n ടൈപ്സ് ഓഫ് ഗ്യാസ് നമ്മൾ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ nth ഗ്യാസ് എന്ന പ്രഷറുകളുടെ ഒക്കെ സം ടോട്ടൽ ആണ് എന്ന് പറയാം അവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞ് ഡാൾട്ടൺസ് ലോ പറയുന്നു അല്ലെ. സോ ഈ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രഷർ ഓഫ് ഈച്ച് ഗ്യാസ്. Pressure of each gas would exert if it alone occupied with the volume of the mixer at the same temperature. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ആ പർട്ടിക്കുലർ ഫിക്സ്ഡ് വോളിയത്തിലും നമ്മൾ ആ ഗ്യാസിനെ ഫില്ല് ചെയ്യും. ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസിനെ മാത്രം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നമ്മൾ അതാണ് ഇവിടെ മെഷർ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2 സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിനെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. പറ്റാവുന്ന 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് ജസ്റ്റ് ആ പാർഷ്യൽ പ്രഷറിന്റെ ടേംസ് നമുക്ക് എങ്ങനെയൊക്കെ ഇക്വേഷൻ ഈസ് എഴുതാം. ഒറ്റ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് P എന്ന് പറയുന്നത് നമ്മൾ n നമ്പർ ഓഫ് ഗ്യാസ് എടുത്തിട്ടുണ്ടെങ്കിൽ P is equal to P1 plus P2 plus P3 plus etc അല്ലെ അപ് ടു Pn വരാം. ഇതാണല്ലോ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഗ്യാസ് പ്രഷറിന്റെ ഇക്വേഷൻസ് അറിയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് നമുക്കറിയാം PV is equal to എന്താണ് nRT ആണ്. ഇവിടെ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ആണ് കൺസിഡർ ചെയ്തേക്കുന്നതെങ്കിൽ ജനറലി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ് PV is equal to nRT where PV എന്ന് പറയുന്നത് പ്രഷർ വോളിയം ആണ്. nRTക്കകത്ത് n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, R is the gas constant, T is the temperature അല്ലെ. സോ നമുക്ക് ഇവിടെ എന്താ വേണ്ടേ PV അല്ല പ്രഷർ ആണ് അല്ലെ. സോ പ്രഷർ P is equal to എന്തായിരിക്കും പ്രഷർ P is equal to nRT divided by V അല്ലെങ്കിൽ n into RT divided by V എന്നാണ്. R ഉം T യും V യും T ടെമ്പറേച്ചറും V ഫിക്സ്ഡ് ആണ് അല്ലെ. അതിൽ പിന്നെ വേരിയേഷൻ വരുന്നത് എന്താണ് എന്നിനകത്താണ്. അവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ P1 എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാം N1 into RT by V. അതുപോലെ P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും N2 into it is എന്തായിരിക്കും RT divided by V. കാരണം അവിടുത്തെ ബാക്കിയുള്ള വോളിയം അതുപോലെ തന്നെ ഗ്യാസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എല്ലാം ഫിക്സ്ഡ് കണ്ടീഷൻസ് ആണ്. സോ ഇങ്ങനെയാണ് ഇക്വേഷൻസ് വരിക. സോ നമുക്ക് ഇതിനകത്ത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരും P is equal to ടോട്ടൽ പ്രഷർ P equal to എന്ത് വരും N1 RT by V plus N2 RT by V അല്ലെ. N1 RT by V, N2 RT by V, N3 RT by V അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. n ടൈംസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതിൽ RT by V is a constant. ഞാനത് മാത്രം പുറത്തേക്ക് എടുത്താൽ ഇക്വേഷൻ വരും N1 N2 N3 അല്ലെങ്കിൽ P is equal to in terms of number of ഇതിൽ പറയുകയാണെങ്കിൽ total number of molecules it is NT into RT divided by V എന്ന് എഴുതാം. വേർ NT എന്ന് പറയുന്നത് എന്താണ് number of molecules present in the gas A plus number of molecules present in the gas B etc up to എങ്ങനെയാണ് n numbers ആണല്ലോ. ഈ ഒരു ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസിന്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ പ്രഷർ പാർഷ്യൽ പ്രഷറിനെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ച് വേരി ചെയ്തെടുക്കുന്നത്. നമുക്കിതിനെ ഒരു എന്താ പറയുക മിക്സർ ഓഫ് ഗ്യാസസ് അതായത് പാർഷ്യൽ ഫ്രാക്ഷനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് പറ്റുന്നതും കൂടി നമുക്കൊന്ന് മെൻഷൻ ചെയ്ത് നോക്കാം അല്ലെ. സോ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ അനുസരിച്ച് നമ്മളിപ്പം എഴുതിയിരിക്കുന്ന ഇപ്പം ABC വെച്ചിട്ടാണ് ഇപ്പം N1 2 3 അങ്ങനെയാണെങ്കിൽ കൊടുക്കാം. നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലെ. പാർഷ്യൽ പ്രഷർ PA ഏതെന്ന് ഞാൻ എടുക്കുന്നെങ്കിൽ PA എടുക്കുന്നെങ്കിൽ ഇറ്റ് ഈസ് NA
ഇൻറ്റു എന്ത് വരും RT ഡിവൈഡ് ബൈ V ആണ് അല്ലേ. അതേപോലെ PB ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതിയ പോലെ NB ഇൻറ്റു എന്തായിരിക്കും RT ഡിവൈഡ് ബൈ V ആണ്. ഓക്കെ, അതുപോലെ തന്നെ PC ആണെങ്കിൽ ഇറ്റ് ഈസ് NC ഇൻറ്റു എന്ത് വരും RT ഡിവൈഡ് ബൈ V അഗെയിൻ ആണല്ലോ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ പ്രഷർ P ഈക്വൽ ടു PA പ്ലസ് PB പ്ലസ് PC റൈറ്റ് ആണല്ലോ. നോക്കിയേ ടോട്ടൽ പ്രഷർ P ഈസ് ഈക്വൽ ടു നമ്മൾ ഈ പറഞ്ഞ പോലെ RT ബൈ V കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ RT ഡിവൈഡ് ബൈ V പുറത്തേക്ക് എടുത്താൽ ഇറ്റ് ഈസ് NA പ്ലസ് NB പ്ലസ് NC എന്നുള്ള ഫോമിൽ എഴുതാം ആണല്ലോ. ഞാൻ ഓരോ ഗ്യാസ് മോളിക്യൂൾസിന്റെ പ്രഷർ റേഷ്യോ കൺസിഡർ ചെയ്യണം. ദാറ്റ് മീൻസ് പ്രഷർ റേഷ്യോ അല്ലെങ്കിൽ പ്രഷർ റേഷ്യോ ഓഫ് പെർട്ടിക്കുലർ ഗ്യാസ് വിത്ത് റെസ്പെക്ട് ടു ദ ടോട്ടൽ വാല്യൂ എന്നുള്ള കൺസിഡറേഷൻ എടുക്കുകയാണ്. ദാറ്റ് മീൻസ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് PA ഡിവൈഡ് ബൈ ദ ടോട്ടൽ എന്നുള്ള കണ്ടീഷൻ ആണ്. വാട്ട് ഈസ് PA? PA ഈക്വൽ ടു NA RT അല്ലേ. NA RT ബൈ V ഓൾ ഡിവൈഡ് ബൈ വാട്ട് ഈസ് P? P എന്ന് പറയുന്നത് എന്തായിരിക്കും NA പ്ലസ് NB പ്ലസ് NC എക്സെട്ര. അപ്പോൾ മൂന്നെണ്ണം ഉള്ളെങ്കിൽ അത്രയും അല്ലേ. അപ് ടു എന്ത് വരും RT ഡിവൈഡ് ബൈ V. ഈ RT ഡിവൈഡ് ബൈ V ഗെറ്റ് ക്യാൻസൽഡ്. വാട്ട് ഹാപ്പൻ? PA ഡിവൈഡ് ബൈ P എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ A divided by the number of A plus number of B plus number of C അല്ലെ molecules present in gas AB respectively total. That means ഇതെന്താണ് ആക്ച്വലി ടോട്ടൽ ഒരു മിക്സർ ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ A എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മോൾ ഫ്രാക്ഷൻ എന്നാണ് പറയാം. അതായത് നമ്മളൊരു 3 ഗ്യാസസ് ഒരു കണ്ടെയ്നറിൽ ഫിൽ ചെയ്തിരിക്കുകയാണ്. A അല്ലെ, A എന്ന് പറയുന്ന ഗ്യാസ്, B എന്ന് പറയുന്ന ഗ്യാസ്, C എന്ന് പറയുന്ന ഗ്യാസ്. A എന്ന് പറയുന്ന ഗ്യാസിനകത്തുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഇറ്റ് ഈസ് N. അതുപോലെ തന്നെ B എന്ന് പറയുന്ന ഗ്യാസ് മോളിക്യൂൾസ് ആണ് എന്ത് B. ഓക്കെ, C എന്ന് പറയുന്നത് C, അതുപോലെ തന്നെ NC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മിക്സറിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള എയുടെ വാല്യൂ A നമ്പർ ഓഫ് NA ഡിവൈഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC. ഇനി B ആണ് എടുക്കുന്നതെങ്കിൽ NB ഡിവൈഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC. ഈ C ആണ് എടുക്കുന്നതെങ്കിൽ NC ഡിവൈഡ് ബൈ NA പ്ലസ് NB പ്ലസ് NC ആണല്ലോ. ജനറലി നമുക്ക് എന്ത് എഴുതാം? PA ഡിവൈഡ് ബൈ P എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ട് ആർ XA. ദാറ്റ് ഈസ് ഈ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മോൾ ഫ്രാക്ഷൻ ആണ്. അല്ലെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് XA ഇൻറ്റു ദ ടോട്ടൽ പ്രഷർ ആയിരിക്കും. ടോട്ടൽ പ്രഷർ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ നമുക്ക് ഏതിൻ്റെ വേണമെങ്കിലും എഴുതാൻ പറ്റും. എന്ത്? PA ഈക്വൽ ടു XA പ്ലസ് B, PB ഈക്വൽ ടു XA പ്ലസ് B അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടോട്ടൽ ഇക്വേഷൻ എന്തിൻ്റെ ഫോമിൽ എഴുതാം? മോൾ ഫ്രാക്ഷൻ്റെ ടൈമിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായല്ലോ. ഈ 2 കണ്ടീഷനും കൂടി നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്തു. കാരണം അഡിറ്റീവ് വോളിയത്തിനകത്ത് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇത് തന്നെയാണ് അല്ലേ. അഡിറ്റീവ് വോളിയത്തിനകത്ത് എന്താ പറയുക? അമഗാൽസ് ലോ ഓഫ് അഡിറ്റീവ് വോളിയത്തിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എത്രയാണോ അക്കോർഡിംഗ് ടു ദിസ് ലോ അറ്റ് കോൺസ്റ്റന്റ് എന്താണ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദ ടോട്ടൽ വോളിയം ഓഫ് മിക്സർ ഓഫ് ഗ്യാസ് വിച്ച് ഡോണ്ട് react is equal to the sum of partial volume of each component present in mixer. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ ടൈം the total volume of mixer, അതായത് ഇപ്പം നമ്മൾ എടുത്തിനകത്ത് പ്രഷറും അല്ലെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് വോളിയവും ടെമ്പറേച്ചറും ഫിക്സ്ഡ് ആയിട്ടാണ് കൺസിഡർ. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എടുത്തിരുന്നത് അങ്ങനെയാണ് അല്ലെ. വോളിയം ടെമ്പറേച്ചറും ഫിക്സ്ഡ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫിക്സ്ഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ്. അവിടെ വേരി ചെയ്യുന്ന വോളിയം ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഒരു നോൺ റിയാക്ടിങ് മിക്സർ ആണ് എടുക്കുന്നതെങ്കിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോളിയത്തിന് വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വോളിയം ഓഫ് മിക്സർ ഫോർ നോൺ റിയാക്ടിങ് കണ്ടീഷൻസ് ആണ് എടുക്കുന്നതെങ്കിൽ ടോട്ടൽ വോളിയം എന്ന് പറയുന്നതായിരിക്കും ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് എന്തായിരിക്കും ഇൻഡിവിജ്വൽ വോളിയം. അതായത് V ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും അല്ലേ. V1 plus V2 plus V3 ആയിരിക്കും. What is partial volume? Partial volume എന്ന് പറയുന്നത് partial volume of any component is defined as the volume occupied by the particular component measured under the given condition of pressure and temperature. ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻസിൽ എന്താ പറയുക ആ ഒരു ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന ടോട്ടൽ വോളിയം ആണ് എന്ത് പറയുന്നത്? അവിടുത്തെ പാർഷ്യൽ വോളിയം എന്ന് പറയുന്നത് ഓരോ സെക്ഷൻ്റെയും പാർഷ്യൽ വോളിയത്തിന്റെ സം ടോട്ടൽ ആയിരിക്കും എന്ത്? ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ പറയുന്നതിന് പകരം വോളിയത്തിൽ പറയും. അതാണ് എന്ത്? അമഗാൽസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ PV ഈക്വൽ ടു NRT എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. V ഈക്വൽ ടു എന്താ എഴുതാം? NRT ബൈ P എന്നുള്ള ഫോമിൽ എഴുതാം. PV ഈക്വൽ ടു NRT എന്നുള്ള കണ്ടീഷനിൽ വോളിയം ആണ് കൺസിഡർ ചെയ്യുമെങ്കിൽ we can write that V ഈക്വൽ ടു എന്താണ്? NRT ഡിവൈഡ് ബൈ P. ഇവിടെ RT ഡിവൈഡ് ബൈ P is a constant, right? So V is proportional to എന്താണ്? N ആണ്. V is proportional to N. That means the total volume is directly proportional to number of molecules ആണല്ലോ. കാരണം for a fixed condition of temperature and pressure. So V proportional to N ആണ് അല്ലെ. സോ ഈ ഇക്വേഷൻ നമുക്ക് അതുപോലെ എന്തിൽ എഴുതാം? ഈ പറഞ്ഞ പോലെ ടോട്ടൽ വോളിയത്തിന്റെ കണ്ടീഷൻസിൽ ഇതുപോലെ എഴുതാം ആണല്ലോ. ഈ ഒരു ഇക്വേഷൻസ് വോളിയത്തിന്റെ ടേംസിൽ ഇപ്പം നമ്മൾ എഴുതിയ പോലെ തന്നെ എഴുതാൻ പറ്റും. ഒരു ജസ്റ്റ് ഒരു ഇക്വേഷനുള്ള ഒരു കാര്യമാണ് തന്നിരിക്കുന്നത്. VA VB ദ ടോട്ടൽ മിക്സ് എന്ന് പറയുന്നത് VA പ്ലസ് VB ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് എന്ത്? ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ ആൻഡ് അമഗാൽസ് ലോ ഓഫ് പാർഷ്യൽ വോളിയം. ഓക്കെ,
ക്ലിയർ ആണല്ലോ, രണ്ടിൻ്റെയും കോമ്പിനേഷൻ സെയിം തന്നെയാണ്, കാര്യങ്ങൾ സെയിം തന്നെയാണ്. സോ ഈ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് അടുത്ത സെഷനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലം വായിക്കാം. പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എ മിക്സർ ഓഫ് ഐഡിയൽ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് 3 kg of nitrogen and 5 kg of carbon dioxide at a pressure of 300 kilopascal and temperature of 20 degrees Celsius. ഓക്കെ, അതിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ്, രണ്ടാമത്തത് ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റ് ഓഫ് മിക്സ്ചർ, മൂന്നാമത്തത് ദ ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് ദ മിക്സ്ചർ, നാലാമത്തത് പാർഷ്യൽ പ്രഷർ ആൻഡ് പാർഷ്യൽ വോളിയം ആണ് അല്ലെ, പാർഷ്യൽ പ്രഷർ കണ്ടീഷൻ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയൽ മിക്സർ കണ്ടീഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മിക്സർ എന്ന് പറഞ്ഞത് ഒരു നൈട്രജൻ തന്നിട്ടുണ്ട്, കാർബൺ ഡയോക്സൈഡ് തന്നിട്ടുണ്ട്, 3 kg ഓഫ് നൈട്രജൻ ആണ് തന്നിരിക്കുന്ന മാസ് തന്നിരിക്കുന്നത്, അതേപോലെ 5 kg ഓഫ് കാർബൺ ഡയോക്സൈഡ്. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ കണ്ടീഷൻ ഈസ് 300 kilopascal and 20 degrees Celsius. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് അല്ലെ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻസ് ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസിനകത്ത് 3 kg ഓഫ് എന്താണ് നൈട്രജൻ ഉണ്ട്, അതേപോലെ തന്നെ 5 kg ഓഫ് എന്താണ് കാർബൺ ഡയോക്സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഫിക്സ്ഡ് കണ്ടീഷൻ ആയിട്ട് തന്നിരിക്കുന്നത് പ്രഷർ ഈസ് 300 kilopascal, അതേപോലെ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 degrees Celsius ആണ്, 20 degrees Celsius അല്ലെ. ഈ മോൾ ഫ്രാക്ഷനകത്ത് ഇതിന്റെ ആവശ്യമില്ല, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ആ കൂടെ എത്ര വെയിറ്റ് അല്ലെങ്കിൽ എത്ര ഗ്രാം ഓഫ് നൈട്രജനും എത്ര ഇതും തന്നിട്ടുണ്ട്, നൈട്രജന്റെ മോളിക്കുലർ വെയിറ്റ് നമുക്ക് വേണം അല്ലെ. നൈട്രജൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ മോളിക്കുലർ വെയിറ്റ് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് എളുപ്പമാണ് അല്ല. NA ഡിവൈഡ് ബൈ NA പ്ലസ് NB അതാണ് ആണല്ലോ. സോ XA എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് വാട്ട് നൈട്രജൻ ആണ്, ഞാൻ XN എന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. നൈട്രജന്റെ മോൾ ഫ്രാക്ഷൻ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ, മോളിക്കുലർ വെയിറ്റ് അല്ല. ശ്രദ്ധിക്കുക, മോൾ ഫ്രാക്ഷൻ എന്താണ്? മോൾ ഫ്രാക്ഷൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ ഈച്ച് അല്ലെ, ടോട്ടൽ ആ ഒരു ഗ്യാസിനകത്തുള്ള എന്താ പറയാ റേഷ്യോ. ഇപ്പം NAയുടെ ആണെങ്കിൽ ടോട്ടൽ വോളിയത്തിനകത്ത് എത്ര മോൾസ് ഓഫ് എന്ത് കിടപ്പുണ്ട്, നമ്മുടെ നൈട്രജൻ കിടപ്പുണ്ട്, അതാണ് മോൾ ഫ്രാക്ഷൻ. അതുപോലെ നൈട്രജനെയും കണ്ടുപിടിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കണം. സോ ഇക്വേഷൻ വരുവാണെങ്കിൽ എന്ത് വരും, NA അല്ലെ NN ഡിവൈഡ് ബൈ NN പ്ലസ് NC. ദാറ്റ് മീൻസ് N ഈ സ്മോൾ n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നൈട്രജനും C എൻട്രി ചെയ്യുന്നത് കാർബൺ ആണെന്ന് ഓർത്താൽ മതി. സോ അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പവഴിയുണ്ട്. NN കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും, NN കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് NA അല്ലെങ്കിൽ നൈട്രജന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനായിട്ട് മോൾ ഫ്രാക്ഷൻ അത് കണ്ടുപിടിക്കാൻ വഴി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. എത്ര മാസ് ഉണ്ട് നൈട്രജൻ? 3 കിലോഗ്രാം അല്ലെ. നൈട്രജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? നൈട്രജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? N2 ആണ് അല്ലെ. 14 into 2 ഇറ്റ് ഈസ് എത്രയാണ്? 14 28 റൈറ്റ്. സോ 28 ആണ് ടോട്ടൽ അതിന്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് മോൾസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. N2 എന്നാണ് എക്സിസ്റ്റ് ചെയ്യപ്പെടും അല്ലെ. അങ്ങനെയാണെങ്കിൽ 3 kg of N2 എന്ന് പറയുമ്പോൾ അതിനകത്തെ NA വാല്യൂ എന്ന് പറഞ്ഞിട്ട് 3 ഡിവൈഡ് ബൈ 28 ആണ്. ഓൾ ഡിവൈഡ് ബൈ അല്ലെ, NN തന്നെ താഴെ വരും, 3 ഡിവൈഡ് ബൈ 28 പ്ലസ് what happens 5 kg of CO2. 5 kg of CO2 എന്ന് പറയുമ്പോൾ ഓക്കെ, N2 എന്ന് പറയുന്നത് 14 into 2 is equal to 28 ആണ് മോളിക്കുലർ വെയിറ്റ്. വാട്ട് അബൌട്ട് CO2? CO2 എന്ന് പറയുമ്പോൾ എത്ര വരും അവിടെ? എത്ര വരും? 44 വരും. എങ്ങനെയാണ് 44 വരുന്നത്? ഈ പറഞ്ഞ പോലെ ഓക്സിജൻ 16 into 2 30 അല്ലെ, 16 32 പ്ലസ് കാർബൺ എന്ന് പറയുന്നത് എത്രയാണ്? 32 ബാക്കി കാർബണിന്റെ വാല്യൂ എത്ര വരും? 6 ആണോ? ടോട്ടൽ 44. സോ ടോട്ടൽ വാല്യൂ വരുന്നത് 44 ആണ്. 16 into 2 32 ബാക്കി എത്ര വേണം? 32 14 അല്ലേ, അല്ല 12 12 ആണല്ലോ, 12. സോ C12 അതുപോലെ ഓക്സിജൻ 16 into 2 32 പ്ലസ് 12 44 ആണ് അവിടെ എന്ത് വരിക? കാർബൺ ഡൈ ഓക്സൈഡ് വരിക. അങ്ങനെയാണെങ്കിൽ എത്രയുണ്ട്? 5 kg ഉണ്ട്. സോ 5 ഡിവൈഡ് ബൈ 44. ഓക്കെ, സോ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 3 ഡിവൈഡ് ബൈ 28 ഓൾ ഡിവൈഡ് ബൈ ഈ താഴെ തന്നിരിക്കുന്നത് മിക്സറിന്റെ ടോട്ടൽ ആണ്, ടോട്ടൽ മിക്സർ ആണ്. ടോട്ടൽ മിക്സർ വരുമ്പോൾ എത്ര വരും? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.486 ഏതെങ്കിലും ഒരു 3 ഡിജിറ്റ് എടുക്കുക കേട്ടോ. 486 മോൾ ഫ്രാക്ഷൻ കിട്ടുന്നത് 0.486 എന്ന് കിട്ടും. അതേപോലെ നമുക്ക് CO2 ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എന്തായിരിക്കും? ഇവിടെ വരേണ്ടത് NC ഡിവൈഡ് ബൈ NN പ്ലസ് NC ആയിരിക്കും. അപ്പോൾ നമ്മളത് വരും 5 ഡിവൈഡ് ബൈ 44 ഓൾ ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ 28 പ്ലസ് 5 ഡിവൈഡ് ബൈ 44. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? 0.513 എന്ന ആൻസർ കിട്ടും. 513. സോ നമ്മുടെ ഫസ്റ്റ് സെക്ഷന്റെ ആൻസർ വളരെ പെട്ടെന്ന് തന്നെ കിട്ടി. മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു
അല്ലെ, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒന്ന് ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം, രണ്ട് മോളിക്കുലർ അതായത് ഇക്വലന്റ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കണം, മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കണം. ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റ് നോക്കിയ ക്വസ്റ്റൻ നോക്കാൻ വേണമെങ്കിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്നാമത്തേത് കണ്ടുപിടിക്കേണ്ടത് ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ മിക്സർ ആണ്. ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റും അതേപോലെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്തായാലും മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ എളുപ്പത്തിൽ ഗ്യാസ് കോൺസ്റ്റന്റും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. സോ ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വൽ മോളിക്കുലർ വെയിറ്റ് നമ്മൾ ക്യാപിറ്റൽ എം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇക്വൽ മോളിക്കുലർ വെയിറ്റ് ക്യാപിറ്റൽ എം എന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് മോൾ ഫ്രാക്ഷൻ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ദിസ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മോളിക്കുലർ വെയിറ്റ് ഓഫ് എന്താണ്? നൈട്രജൻ ഇൻറ്റു എക്സൻ പ്ലസ് മോളിക്കുലർ വെയിറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻറ്റു XC, മോൾ ഫ്രാക്ഷൻ ഓഫ് എന്താണ്? കാർബൺ ഡയോക്സൈഡ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് കിട്ടും? മോളിക്കുലർ വെയിറ്റിന്റെ വാല്യൂ കിട്ടും. ഇതാണ് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കൽ ഇക്വേഷൻ. എന്താണ് അതിന്റെ വാല്യൂസ് നമുക്ക് നോക്കിയേ. മോളിക്കുലർ വെയിറ്റ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി MN എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. എത്രയാണ്? 28. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ 28 ഇൻറ്റു എത്ര വരും? 0.486 പ്ലസ് ഇവിടെ എത്രയാണ്? 44 ഇൻറ്റു എത്ര വരും? 44 ഇൻറ്റു 0.51 അല്ലെ, 0.513 സംതിങ് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്രയാണ് കിട്ടുക? 36.2 കിലോഗ്രാം പെർ കിലോഗ്രാം മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റ്. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റിനും അവിടെ കംപ്ലീറ്റ് ആയി. ഈ രണ്ട് ക്വസ്റ്റിനും കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓരോ കമ്പോണൻസിനും ഇൻഡിവിജ്വൽ മോൾ ഫ്രാക്ഷൻ ടോട്ടൽ ആ മിക്സറിനകത്ത് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നുള്ളതാണ്. സോ അതറിയാമെങ്കിൽ അതിന്റെ മോളിക്കുലർ വെയിറ്റ് കൊണ്ട് എടുത്തിട്ട് ടോട്ടൽ വാല്യൂ എടുത്താൽ ഈക്വൽ മോളിക്കുലർ വെയിറ്റ് എടുക്കും. ഓരോന്നിന്റെ മോളിക്കുലർ മാസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഓരോന്ന് സം ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ അത് ക്ലിയർ ചെയ്തു. ഇനി രണ്ടാമത് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ഏതാണ്? ഈക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഈക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് ഓഫ് ഇതിന്റെയാണ്. ഈക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം നമ്മുടെ മോളിക്കുലർ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = MRT അല്ലെ, PV = MRT അതൊരു R ഉണ്ട്. ആ R എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. സോ ഈക്വലന്റ് ഗ്യാസ് അതിന്റെ വാല്യൂ R = എത്രയായിരുന്നു? 8.314 എന്നാണ് നമ്മൾ പഠിച്ചത്. 8.314 എന്നാണ്. സോ ഈക്വലന്റ് മോളിക്കുലർ മാസ് അറിയാമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ അതെ ഈക്വലന്റ് മോളിക്കുലർ വെയിറ്റ് മോളിക്കുലർ മാസ് അറിയാമെങ്കിൽ നമുക്ക് ഈക്വലന്റ് മോളിക്കുലർ ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. R ഈക്വലന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ R-നെ നമ്മുടെ M കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് ടോട്ടൽ മോളിക്കുലർ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. എത്ര കിട്ടും അത്? 8.314 ഓൾ ഡിവൈഡ് ബൈ 36.2 ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 0.229 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് നമുക്ക് ആൻസർ കിട്ടും. കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് ആൻസർ കിട്ടും. ദിസ് ഇസ് ദ ഈക്വലന്റ് എന്താണ്? ഗ്യാസ് കോൺസ്റ്റന്റ്. സോ 3 ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ. എല്ലാം കണക്റ്റഡ് ആണ്. സോ ഇതറിയാമെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? മോളിക്കുലർ മാസ് പഠിക്കാൻ പറ്റും, മോളിക്കുലർ വെയിറ്റ് പഠിക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഈക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് പാർഷ്യൽ പ്രഷറും പാർഷ്യൽ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. പാർഷ്യൽ പ്രഷറും പാർഷ്യൽ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏതാണ്? അമഗാൽസ് ലോയും അതുപോലെ തന്നെ ഏതാണ്? അമഗാൽസ് ലോയും അതുപോലെ തന്നെ ഏതുവാ? നമ്മുടെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമാണ്. ഈ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിനകത്ത് നമുക്ക് ഏത് ഇക്വേഷൻ എടുത്താൽ ഏത് ടേമിലുള്ള ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ ഫോർത്ത് ക്വസ്റ്റ്യൻ അല്ലെ, ഈ പറഞ്ഞ ഇക്വേഷൻ കിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർഷ്യൽ പ്രഷർ കിട്ടും എന്നുള്ള കാര്യം നമ്മൾ നോക്കണം അല്ലെ. നമുക്കിവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്പർ ഓഫ് മോൾസ് പാർഷ്യൽ എന്താ പറയുക മോൾ ഫ്രാക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ മോൾ ഫ്രാക്ഷനെ ബേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ പ്രഷറിനെ മോൾ ഫ്രാക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് കിട്ടും അല്ലെ. ലാസ്റ്റ് പഠിച്ച ഡെറിവേഷൻസിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു, തൊട്ട് മുന്നേ പഠിച്ച ഡെറിവേഷൻസിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു എന്താണ്? PA = XA × P, PB = XB × P, PC = XP × P. അതായത് പെർ മോൾ ഫ്രാക്ഷനെ ടോട്ടൽ പ്രഷർ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ ടോട്ടൽ പ്രഷർ തന്നിട്ടുണ്ട് എത്രയാ? 300 kPa എന്ന് തന്നിട്ടുണ്ട് ആണോ. സോ 300 kPa എന്നുള്ള ഫോമിനെ നമുക്ക് എന്താ പറയുക? 300 kPa എന്നുള്ളതിനെ നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? XA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എന്താണ്? സോ PA എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ടോട്ടൽ പ്രഷർ ഇൻറ്റു XA ആയിരിക്കും. X എത്രയാ? 300 kPa. ഓക്കെ, സോ 300 kPa നമ്മൾ 3 ബാർ ഫോമിലേക്ക് മാറ്റാം, ബാറിലേക്ക് മാറ്റിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. സോ 3 ബാർ എന്ത് വരും? ഇൻറ്റു എന്ത് വരും? ബാർ ഫോമിലേക്കാണ് മാറ്റാൻ. 300 kPa × 0.481
ആൻസർ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും 1.45 കൺവേർട്ട് ചെയ്യുമ്പോൾ 1.4 ബൈ ബാർ എന്ന് കിട്ടും. അതേപോലെ പി ബി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ഈ പറഞ്ഞ പോലെ എന്താ പി ഇൻറ്റു എക്സ് ബി ചെയ്താൽ മതി. അതായത് എക്സ് എ എന്ന് പറയുന്നത് നൈട്രജൻ ആണ്, എക്സ് ബി എന്ന് പറയുന്നത് ഞങ്ങളുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എടുക്കുന്നത് അല്ലേ. സോ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും 1.539 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ 1.539 എന്നും ആൻസർ കിട്ടും. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് കിട്ടി, പാർഷ്യൽ പ്രഷർ കിട്ടി, പാർഷ്യൽ പ്രഷറിൻ്റെ കണ്ടീഷൻസും കിട്ടി. ഓക്കെ ഇതേ കണ്ടീഷൻ തന്നെ നമുക്ക് പാർഷ്യൽ വോളിയവും കണ്ടുപിടിക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ബി എ ഈക്വൽ ടു അത് നമ്മൾ അമാഗാസ് ലോ ഉപയോഗിച്ച് ചെയ്യുക. പാർഷ്യൽ വോളിയം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടുക 0. പാർഷ്യൽ വോളിയം കിട്ടുന്നത് 0.87 മീറ്റർ ക്യൂബും അതേപോലെ തന്നെ 0.923 മീറ്റർ ക്യൂബും ആണ്. ഇതേ അമഗാൽസ് ലോ തന്നെയാണ് അവിടെയും ഉപയോഗിക്കുന്നത്. ഓക്കെ സോ ഈ പറഞ്ഞ ആൻസേഴ്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത് കണ്ടുപിടിക്കേണ്ടിയിരുന്നത് പാർഷ്യൽ പ്രഷർ ആണ്. പാർഷ്യൽ മിക്സ് മോൾ ഫ്രാക്ഷൻസ് ആണ്. മോൾ ഫ്രാക്ഷൻസ് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, ഇതിൻ്റെ നമുക്ക് അറിയാവുന്ന വാല്യൂ 3 kg ആണ് അല്ലെ. 3 kg ഓഫ് നൈട്രജൻ, നൈട്രജൻ്റെ മോളിക്കുലർ വെയിറ്റ് 14 ആണ്. സോ 3 / 14 എടുത്താൽ അതിൻ്റെ കിട്ടി നമ്പർ ഓഫ് മോൾസ് കിട്ടി. അതുപോലെ 5 / 44 കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ബി കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കിട്ടി. അതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, അത് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. അപ്പോൾ മോൾ ഫ്രാക്ഷൻസ് ക്ലിയർ ചെയ്തു. മോൾ ഫ്രാക്ഷൻസ് അറിയാം. ഇനി അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് കൊണ്ട് എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് സം ടോട്ടൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റ് കിട്ടും. സോ ഇക്വലന്റ് മോളിക്കുലർ വെയിറ്റ് അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ 8.314 ഗ്യാസ് കോൺസ്റ്റന്റ് അല്ലെ, കാറ്റലിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റന്റ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈക്വലന്റ് ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടും. ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിന്റെ ഇക്വലൻസ് ഗ്യാസ് കോൺസ്റ്റന്റ് കിട്ടും. ഇനി നമ്മുടെ പാർഷ്യൽ പ്രഷർ, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിന്റെ കണ്ടീഷൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് എയും അത് പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജനും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഇനി അതേപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് അമഗാൽസ് ലോ എടുത്തു കഴിഞ്ഞാൽ വോളിയം കണ്ടീഷൻസും കിട്ടും. വി എ ഈക്വൽ ടു 0.87 വി ബി ഈക്വൽ ടു 0.92 മീറ്റർ ക്യൂബെന്നും കിട്ടും. ഓക്കെ സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡെറിവേഷൻസ് സമയത്ത് നമ്മൾ പഠിക്കുന്ന ചെറിയ ചെറിയ ഷോർട്ട് ഇക്വേഷൻസ് ആണ്. അത് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം 7 മാർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്വയർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലം വെയിറ്റേജ് വളരെ ഈസി ആയിട്ട് സോൾവ്, ഇക്വേഷൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്ന കേസ് മാത്രമേ ഉള്ളൂ. ഓക്കെ സോ ക്വസ്റ്റ്യൻ നമ്പർ 2 ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ മൂവ് ഓൺ ടു ദ തേർഡ്, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നമ്മുടെ 14 മാർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഒന്നാമത് ചോദിച്ചിരിക്കുന്നത് ഏതാണ്, നമ്മുടെ മാക്സ്വെൽ ഇക്വേഷൻ ആണ്. മാക്സ്വെൽ ഇക്വേഷൻ അല്ല ആദ്യം ചോദിച്ചിരിക്കുന്നത് ജൂൾസ് കെൽവിൻ എഫക്റ്റ് ആണ്. ജൂൾസ് കെൽവിൻ എഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ജൂൾസ് കെൽവിൻ എഫക്റ്റ് എന്ന് നോക്കാം അല്ലെ. ജൂൾസ് കെൽവിൻ എഫക്റ്റിനെ മറ്റൊരു പേരിലും അറിയപ്പെടും ജൂൾ തോംസൺ എഫക്റ്റ് എന്നും പറയാറുണ്ട് അല്ലെ. എന്താണ് ജൂൾ തോംസൺ എഫക്റ്റ് അല്ലെങ്കിൽ ജൂൾ കെൽവിൻ എഫക്റ്റ്? ഇവിടെ ടെമ്പറേച്ചർ വേരിയേഷൻസ് അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ അനുസരിച്ചുള്ള ടെമ്പറേച്ചറിന്റെ ഒരു കണ്ടീഷനാണ്. അതായത് ജൂൾ കെൽവിൻ അല്ലെങ്കിൽ ജൂൾ തോംസൺ എഫക്റ്റ് ഈസ് ഓൾസോ എന്താ പറയുക ഇൻ എ ഫ്ലൂയിഡ്, എന്താ പറയുക ചേഞ്ച് ഇൻ ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ആസ് ഇറ്റ് ഫ്ലോസ് ഫ്രം ഹയർ പ്രഷർ റീജിയൻ ടു ലോവർ പ്രഷർ കണ്ടീഷൻ. ഒരു ഹൈ പ്രഷർ കണ്ടീഷനിൽ ലോ പ്രഷർ കണ്ടീഷനിലേക്കുള്ള എന്താ പറയുക ഒരു വേരിയേഷൻസ് വരുമ്പോൾ അവിടുത്തെ പ്രഷർ ടെമ്പറേച്ചർ ഉള്ള വേരിയേഷൻസ് ആണ് ഈ പറഞ്ഞ ജൂൾ കെൽവിൻ എഫക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ നോക്കിയേ, ഇറ്റ്സ് ചേഞ്ചസ് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ ആസ് ഇറ്റ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു റീജിയൻ ടു ലോ പ്രഷർ. ഹൈ പ്രഷർ റീജിയൻ ലോ പ്രഷർ റീജിയനിലേക്ക് പോകുമ്പോഴുള്ള ടെമ്പറേച്ചറിന്റെ വേരിയേഷൻസ് ആണ് കാണിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ സിമ്പിൾ പിസ്റ്റൺ അറേഞ്ച്മെന്റ് കാണിച്ചിട്ടുണ്ട്. 2 തെർമോമീറ്റർ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇതൊരു ഹൈ പ്രഷർ ടെമ്പറേച്ചറും ഇതൊരു ലോ പ്രഷർ ടെമ്പറേച്ചറും ആണ്. പിസ്റ്റൺ നമ്മളൊരു വർക്ക് കൊടുക്കുകയാണ്. W1 എന്ന് പറയുന്ന വർക്ക് P1 B1 എന്ന് പറയുന്ന വർക്ക് കൊടുക്കുകയാണ്. അതുപോലെ ഇങ്ങോട്ടേക്കും എന്താണ് തിരിച്ചും റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് W2. ഓക്കെ ഇവിടുത്തെ W1 എന്ന് പറയുന്നത് വി പോക്കറ്റ് 1 ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ വോളിയം ആണ്. V1. ഓക്കെ സോ V1 ഇൻറ്റു അവിടുത്തെ പ്രഷർ നമ്മൾ കൊടുക്കുന്ന പ്രഷർ P1 എടുക്കും. W2 എന്ന് പറയുന്നത് അപ്പുറത്തെ എന്താണ് V2 ഇൻറ്റു P2 V2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത് അല്ലേ. സോ ഈ ഡിഫറൻറ്റ് കംപ്രസിബിലിറ്റി എഫക്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ ഒരു അൺഈക്വൽ കണ്ടീഷൻസിലേക്ക്, അതായത് 2 വർക്കും 2 ഡിഫറൻറ്റ് കണ്ടീഷൻസിലേക്ക് വരുന്നു. ദാറ്റ് മീൻസ് W1 ഈക്വൽ ടു W2 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അവിടുത്തെ ഒരു കണ്ടീഷൻസ് ഒരു അഡിയബാറ്റിക് സിറ്റുവേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു അൺഈക്വൽ സിറ്റുവേഷൻസിൽ ദർ വിൽ എക്സിസ്റ്റ് ഇന്റേണൽ എനർജി ചേഞ്ചസ്, ഒരു ഇന്റേണൽ എനർജി ചേഞ്ചസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് W1 മൈനസ് W2 ഈക്വൽ ടു എന്താണ് U2 മൈനസ് U1. സോ ഈ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻസ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കർവ് ആണ് എന്ത്, ഈ പറഞ്ഞ ഇൻവേർഷൻ കർവ് നമ്മൾ വരയ്ക്കുമ്പോൾ ടെമ്പറേച്ചർ വേഴ്സസ് ഏതാണ് പ്രഷർ കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഈ ബ്ലൂ ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇൻവേർഷൻ കർവിന്റെ രീതി വരുന്നത്. ഇതിൽ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത് ഐസെൻതാൽപിക് കർവ്സ് ആണ്, ഐസെൻതാൽപിക് വാല്യൂസ് ആണ്. ഇക്വേഷൻ വൈസ് നമ്മൾ ജൂൾ തോംസൺ ഇക്വേഷനെ ജൂൾ തോംസൺ കോഎഫിഷ്യന്റിനെ മ്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇതിന്റെ ഡെറിവേഷൻസ് കാര്യത്തിലേക്ക് ഞാൻ വരുന്നില്ല, കാരണം നമുക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. ജസ്റ്റ് കർവ് എന്താണെന്നും അതിന്റെ കോഎഫിഷ്യന്റ് എന്താണെന്നും അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും മാത്രമേ പറയുന്നുള്ളൂ.
അക്കോർഡിംഗ് ടു ജൂൾസ് തോംസൺ എഫ് കോഎഫിഷ്യന്റ് mu which is equal to എന്തായിരിക്കും dou T divided by partial change in temperature dou T divided by dou P at constant enthalpy condition. Constant enthalpy condition ആണ് പറയുന്നത് അല്ലേ. സോ mu വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ കർവിന്റെ ഇന്നർ റീജിയൻ ആണ്, കൂളിംഗ് റീജിയൻ ആണ്, ലോ ടെമ്പറേച്ചർ കണ്ടീഷൻസിലേക്കാണ് ആ പ്രഷർ വേരി ചെയ്യുന്നത്. ഇനി മ്യൂവിന്റെ വാല്യൂ നമ്മൾ പ്രഷർ വേരിയേഷൻ അനുസരിച്ച് കൂടുകയാണെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെങ്ങോട്ടായിരിക്കും ഹീറ്റിംഗ് റീജിയനിലേക്ക് വരും. സോ ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ഒരു കർവിൻ റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറഞ്ഞ നമ്മുടെ ഇൻവേർഷൻ കർവ് എന്നുള്ള ഫോമിൽ അറിയപ്പെടുന്നത്. സോ ഈ ഒരു കർവ് വരച്ച് ഈ മ്യൂ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, മ്യൂ സീറോയും മ്യൂ റീജിയനും കാണിച്ചു കൊടുക്കുക. ആ ഇൻവേർഷൻ കർവിന്റെ വാല്യൂ എന്താ പ്രത്യേകത വരുന്നത്, ലെസ് ദാൻ 0 അല്ല, ഗ്രേറ്റർ ദാൻ 0 അല്ല. സോ ഈക്വിലിബ്രിയം കണ്ടീഷൻ എന്തായിരിക്കും, മ്യൂ വാല്യൂ ഈക്വൽ ടു 0. സോ ആ മ്യൂ വാല്യൂ ഈക്വൽ ടു 0 മീറ്റ് ചെയ്യുന്ന ആ കോൺസ്റ്റന്റ് എൻതാൽപിക് പോയിന്റ്സിനെ എല്ലാം കൂടി നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻസ് ഈ ഒരു ഫോമിൽ, ഈ ഒരു കർവിക്കൽ ഫോമിലായിരിക്കും നിൽക്കുക. ദാറ്റ് കർവിക്കൽ ഫോമിനാണ് നമ്മൾ ഇൻവേർഷൻ കർവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ജൂൾ തോംസൺ കോഎഫിഷ്യന്റ് എന്ന വാല്യൂ, ആ റേഷ്യോ എന്ന് പറയുന്നത് 0 ആയിട്ടിരിക്കുന്ന കണ്ടീഷനാണ് എന്ത് ആ ഇൻവേർഷൻ കർവിൽ വരുന്നത്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് തെർമോഡൈനാമിക്സിനകത്തെ മാക്സ്വെൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സ്വെൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4 സെറ്റ് ഓഫ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. DU അല്ലെങ്കിൽ ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എഫ്, ജിബ്സ് ഫ്രീ എനർജി അല്ലേ. സോ ഇതിന്റെ എല്ലാം കൂടി റോള് കാണിക്കുന്ന തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്. ഇത് നമ്മൾ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ വേരിയബിൾസ് എന്നാണ് പറയുക. തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ വേരിയബിൾസ്, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുക്കേണ്ട. മാക്സ്വെൽ ഇക്വേഷൻ്റെ ഓരോ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്, ഓരോ ഇക്വേഷൻസ് വെച്ച് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് DU ഈക്വൽ ടു, നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മാക്സ്വെൽ തെർമോഡൈനാമിക് റിലേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. DU ഈക്വൽ ടു TdS മൈനസ് PdV, ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഡെറിവേഷൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് ഇക്വേഷൻ നമ്പർ 1. അതുപോലെ തന്നെ DH is equal to TdS plus VdP, ഇക്വേഷൻ നമ്പർ 2. ഇതൊക്കെ എന്ത് ഇക്വേഷൻ ആണ്, നമ്മൾ TdS ഇക്വേഷൻസ് ആണ് കേട്ടോ എൻട്രോപ്പിൽ വെച്ചിട്ട്. DF ഈക്വൽ ടു മൈനസ് PdV മൈനസ് SdT. അതുപോലെ DG ഈക്വൽ ടു, DG എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതൊരു VdP മൈനസ് SdT. സോ ഇതിൽ PVST അതൊക്കെ നോർമൽ അതിൻ്റെ കണ്ടീഷൻസ് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് ഓരോ റിലേഷൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഈ ഇന്റേണൽ എനർജി ചേഞ്ചിനെ തന്നെയാണ് ഇൻട്രിൻസിക് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇൻട്രിൻസിക് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റേണൽ എനർജി ചേഞ്ച് തന്നെയാണ്. സോ ഇന്റേണൽ എനർജിക്ക് എന്താണ് നമുക്ക് ഡിഫറൻസ് നോക്കാം. DU ഈ ഇക്വേഷൻ നമുക്ക് അറിയാം അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ അല്ലേ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ DU ഈക്വൽ ടു നോക്കാം, DU ഈക്വൽ ടു DQ മൈനസ് DW ആണ്. DQ ഈക്വൽ ടു DU പ്ലസ് DW ആണ്. അവിടെ നിന്ന് ഞാൻ DU ന്റെ ടൈം എടുത്തു, DQ മൈനസ് DW എന്ന് എടുത്തു. വാട്ട് ഈസ് DQ? DQ അക്കോർഡിംഗ് ടു എൻട്രോപ്പി കണ്ടീഷൻ അനുസരിച്ച് TdS എന്ന് എഴുതാം അല്ലേ. അതായത് DS ഈക്വൽ ടു DQ ഡിവൈഡ് ബൈ T ആയിരുന്നു. ഫ്രം ദിസ് ഇക്വേഷൻ DQ ഈക്വൽ ടു TdS എന്ന് നമുക്ക് എഴുതാം. അതേപോലെ DW എന്ന് പറയുന്നത് എന്താണ്, PdV വർക്കാണ്. സോ നമ്മുടെ ഇക്വേഷൻ DU ഈക്വൽ ടു എന്തായിട്ട് മാറും, TdS മൈനസ് PdV വരും. സോ ഞാനിവിടെ ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എന്താണ് ഇന്റേണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ഡിഫറെന്റ് വേരിയബിൾസ്. നമ്മുടെ വേരിയബിൾസ് എന്ന് പറയുന്നത് എൻട്രോപ്പിയും അതുപോലെ എൻട്രോപ്പി ബേസ് ചെയ്തിട്ട് എസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പി വേരിയേഷനെ ബേസ് ചെയ്ത് എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ബേസ് ചെയ്ത് ഞാൻ ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യാൻ പോവാണ്. പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ വരും ഡോ യു ഡിവൈഡ് ബൈ അല്ലെ ഇന്റേണൽ എനർജിയാണ്, ഡോ യു ഡിവൈഡ് ബൈ ഡോ വി വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പി ഈക്വൽ ടു എന്ത് വരും, അത് വിത്ത് റെസ്പെക്ട് ടു വോളിയം ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ കണ്ടീഷനെ ബേസ്ഡ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വിത്ത് റെസ്പെക്ട് ടു വോളിയം ആണ് ഞാൻ ഇതിനെ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ടേമിനകത്ത് വോളിയം ടേം ഇല്ലാത്തതുകൊണ്ട് ദിസ് ടേം ഇസ് ആക്ട് ആസ് എ കോൺസ്റ്റന്റ്, അതെന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. സോ ഇവിടെ ബാക്കിയുള്ളത് എന്താ, മൈനസ് പി ആയിരിക്കും. സോ ഡോ യു ഡിവൈഡ് ബൈ ഡോ വി വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പി കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു വോളിയം ആണ് വേരി ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ ഡോ യു ഡിവൈഡ് ബൈ ഡോ എസ് ഡോ വി വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പി കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ കിട്ടും മൈനസ് പി എന്ന് കിട്ടും. അതേപോലെ ഡോ യു ഡിവൈഡ് ബൈ അടുത്ത ഡോ യു ഡിവൈഡ് ബൈ ഡോ എസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് എന്ത് കിട്ടും, ഇത് ടി എന്ന് കിട്ടും. ടി അതെന്തായിരിക്കും, അവിടെ എന്താ വേരി ചെയ്യുന്നത്, വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഈ എടുത്ത ഇക്വേഷനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ്. പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷൻ വൈസ് ആണ്. ഒന്ന് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട്, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആകുമ്പോൾ ഈ ടേം 0 ആയി പോകും, ഇവിടെ ബി ആണ് വേരി ചെയ്യുന്നത്, സോ മൈനസ് പി എന്ന് കിട്ടും. ഇനി രണ്ടാമത് വോളിയം കോൺസ്റ്റന്റ് ആക്കി വെക്കുമ്പോൾ ടി എന്ന് കിട്ടും, ദാറ്റ് മീൻസ് ഈ ടേം 0 ആയി പോകും, ടി ഡി എസിനകത്ത് വിത്ത് റെസ്പെക്ട് ടു എന്താ വരിക, ഡി എസ് വേരിയബിൾ ആണ് അല്ലേ, ടി എന്ന് കിട്ടും ആണല്ലോ. സോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും, ഡോ യു ബൈ ഡോ വി അല്ലേ ഈക്വൽ ടു മൈനസ് പി എന്നും ഡോ വി ബൈ ഡോ എസ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ടി എന്നും. ഇതിനെ ഒന്നും കൂടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പി തന്നെ. ഡോ ബൈ ഡോ എസ് ഓഫ് ഡോ യു ബൈ ഡോ വി വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ഡിവൈഡ് ബൈ ഡോ വി ഓഫ് ഡോ യു ബൈ ഡോ എസ് എന്ന് എഴുതാം. ഡോ ഡിവൈഡ് ബൈ ഡോ വി ഓഫ് ഡോ യു ബൈ ഡോ എസ്, കാരണം ഇതിനകത്ത് ഡോ ഡിവൈഡ് ബൈ ഈ സാധനത്തിന് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നോക്കി
ഈ ഡോ ഡിവൈഡ് ബൈ ഡോ എസ് ഓഫ് ഡോ യു ബൈ ഡോ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി എന്താണ് ഈ ഒരു ടേം അല്ലേ ഡോ യു ഡിവൈഡ് ബൈ ഡോ വി എന്നാണ് നമുക്ക് കിട്ടുക ഇറ്റ് ഇസ് മൈനസ് പി ഈ പി എന്ന് പറയുന്നത് എന്താണ് ഡോ വി ബൈ ഡോ എസ് തന്നെയാണ് സോ ഫൈനലി നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് ഡോ പി ഡിവൈഡ് ബൈ ഡോ എസ് വിത്ത് റെസ്പെക്ട് ടു പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് ഡോ ടി ഡിവൈഡ് ബൈ ഡോ വി എന്ന് കിട്ടും ദിസ് ഈസ് ദ ഫസ്റ്റ് മാക്സ്വെൽ അതാണ് നമ്മൾ ഫസ്റ്റ് മാക്സ്വെൽ തെർമോഡൈനാമിക് ഇക്വേഷൻ എന്നാണ് പറയാം ഇതേപോലെ ഇതിപ്പോൾ നമ്മൾ എടുത്തത് എവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് സോ ഫസ്റ്റ് മാക്സ്വെൽ ലോ ഇക്വേഷൻ കിട്ടി രണ്ടാമത് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് ഏതാണ് ഹെൽമോൺസ് ഫംഗ്ഷൻസ് ആണ് ഹെൽമോൺസ് ഫംഗ്ഷൻ എഫിന്റെ കണ്ടീഷൻ ആണ് എഫ് അല്ലെ എഫ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത് അത് എടുക്കാൻ വേണ്ടി നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് എടുത്തു ആ ഇക്വേഷനെ ഒന്ന് എന്ത് ചെയ്തു ഡിഫറൻഷിയേറ്റ് ചെയ്യുവാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എഫ് ബിക്കം ഡി എഫ് യു ബിക്കം ഡി യു ടി എസ് എന്നുള്ളത് ഡിഫറൻറ്റ് ടിയും എസും വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം സോ ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഡി എസ് മൈനസ് എസ് ഇൻറ്റു ഡി ടി മൈനസ് ഓഫ് എന്നായിരുന്നു മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ കണ്ടീഷനാണ് ഡി യു മൈനസ് ടി ഡി എസ് മൈനസ് കാരണം ഈ ടി എസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഓഫ് ടി ഇൻറ്റു ഡി എസ് പ്ലസ് എസ് ഇൻറ്റു ഡി ടി എന്നാണ് വരിക അല്ലെ മൈനസ് അകത്തേക്ക് കൊടുക്കുമ്പോൾ ഇറ്റ് മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി ഓക്കെ മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി ഇനി നമുക്കറിയാം ഡി യു എന്ന് പറയുന്നത് ടി ഡി എസ് തൊട്ട് മുന്നേ ഡെറൈവ് ഇക്വേഷൻസ് ടി ഡി എസ് മൈനസ് എന്താണ് പി ഡി വി ആണ് സോ അതേ ഈ കണ്ടീഷൻ നമ്മുടെ അടുത്ത് കൊടുത്തു ഡി എഫിലകത്ത് കൊടുത്തു അപ്പോൾ എന്തൊരു ഇത് ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ടി ഡി എസ് മൈനസ് പി ഡി വി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്ന് വരും അതിൽ ടി ഡി എസ് ഗെറ്റ് ക്യാൻസൽ ടി ഡി എസും ക്യാൻസൽ ആയി ബാക്കി വരുന്ന ഇക്വേഷൻ എന്താണ് ഡി എഫ് ഇസ് ഈക്വൽ ടു മൈനസ് പി ഡി വി മൈനസ് എസ് ഡി ടി ഇക്വേഷൻ കിട്ടി അല്ലേ ഈ ഇക്വേഷനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് രണ്ട് വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ രണ്ട് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു വി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക ഈ ടേം നിൽക്കും മൈനസ് പി നിൽക്കും എസ് ഡി ടി ക്യാൻസൽ ആയി പോകും സോ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ വി ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് പി കിട്ടും അതുപോലെ ഡോ എഫ് ഡിവൈഡ് ബൈ ഡോ എസ് നമ്മൾ ചെയ്യുമ്പോൾ ഡോ ടി ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടുക അവിടെ കിട്ടുന്നത് മൈനസ് എസ് ആയിരിക്കും ഓക്കെ സോ മൈനസസ് ആയിരിക്കും അത് നമ്മൾ പെർഫെക്റ്റ്ലി ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് എന്താണ് ഡോ എസ് ഡിവൈഡ് ബൈ ഡോ വി വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് ഡോ പി ഡിവൈഡ് ബൈ ഡോ ടി വിത്ത് റെസ്പെക്ട് ടു വി ആയിരിക്കും ദിസ് ഈസ് നോൺ ആസ് എന്താണ് മാക്സ്വെൽ ഇതിന് നമ്മൾ തേർഡ് എന്നാണ് പറയുക കാരണം നമ്മൾ നേരെ ഹെൽമോൺസിലേക്ക് വന്നുകൊണ്ടാണ് സെക്കൻഡായിട്ട് തേർഡ് മാക്സ്വെൽ തെർമോഡൈനാമിക് റിലേഷൻസ് ആണ് തേർഡ് മാക്സ്വെൽ ഫസ്റ്റ് മാക്സ്വെൽ സെക്കൻഡ് മാക്സ്വെൽ തേർഡ് മാക്സ്വെൽ ഫോർത്ത് ഉണ്ട് ഇത് നമ്മളിപ്പോൾ നേരെ എന്ത് ചെയ്തു തേർഡ് മാക്സ്വെൽ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് സോ നെക്സ്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ഓൺ എൻതാൽപ്പി ആണ് ഓക്കെ സോ എൻതാൽപ്പി ബേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കിയേ എൻതാൽപ്പി എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി ബേസ് എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം എൻതാൽപ്പിയുടെ ബേസിക് ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ് എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക എച്ചിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ഡി എച്ച് യുവിനെ ചെയ്യുമ്പോൾ ഡി യു പി വി അഗെയിൻ പ്രൊഡക്റ്റ് റൂള് പി ഡി വി പ്ലസ് പി ഡി പി ഓക്കെ സോ അഗെയിൻ ഡി യുവിന്റെ വാല്യൂ നമുക്കറിയാം ടി ഡി എസ് ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നു അവിടെ ക്യാൻസൽ ആയി പോകുന്നത് ഡി വി ആയ ടൈം ആയിരിക്കും എന്തുവരും ടി ഡി എസ് പ്ലസ് മൈനസ് പി ഡി വി ബാലൻസ് ഉള്ളത് പി ഡി വി പ്ലസ് പി ഡി പി സോ ദിസ് മൈനസ് പി ഡി വി പ്ലസ് പി ഡി വി ക്യാൻസൽ ഡി എച്ച് ഇസ് ഈക്വൽ ടി ഡി എസ് പ്ലസ് പി ഡി പി സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് എസ് വെച്ചും ഒന്ന് പി വെച്ചും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ കമ്പൈൻ ചെയ്ത് ഡബിൾ ഡിഫറൻഷിയേഷൻ കമ്പൈൻ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഡോ വി ഡിവൈഡ് ബൈ ഡോ എസ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ഈക്വൽ ടു ഡോ ടി ഡിവൈഡ് ബൈ ഡോ പി ഓഫ് എസ് എന്ന് പറയും ദിസ് ഇസ് എൻതാൽപ്പിനെ ബേസ് ചെയ്തുള്ള ഇക്വേഷൻ ആണ് നമ്മൾ സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷൻ സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഈ ഇന്റേണൽ എനർജിയെ ബേസ് ചെയ്തിട്ട് അത് ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ എൻതാൽപ്പിനെ ബേസ് ചെയ്യുമ്പോൾ സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷൻ തേർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഏതാണ് ഇക്വേഷൻ ആയിരുന്നു ഹെൽമോൺസ് ഫംഗ്ഷൻസ് ബേസ് എഫിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഫോർത്ത് എന്തായിരിക്കും നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി ആയിരിക്കും അല്ലേ സോ ഗിബ്സ് ഫ്രീ എനർജി ഇക്വേഷൻ എടുക്കുക എന്താണ് ഗിബ്സ് എനർജിയുടെ ബേസ് ഇക്വേഷൻ ഗിബ്സ് ഫ്രീ എനർജി ജി ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ് അഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്തുവരും എച്ചിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കാം എച്ചിന്റെ എൻതാൽപ്പി ഇക്വേഷൻ കൊടുത്ത് ഡിഫറൻഷിയേറ്റ് എളുപ്പം അല്ലെ യു പ്ലസ് പി വി എന്നുള്ള ഫോമിലേക്ക് മാറ്റി സോ യു പ്ലസ് പി വി എടുക്കുക യുവിനെ ഡി യു എടുക്കും പി വി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പി ഡി വി പ്ലസ് വി ഡി പി ടി എസും രണ്ട് പ്രൊഡക്റ്റ് റൂൾ ഇവിടെ വരുന്നുണ്ട് ഗിബ്സ് ഫ്രീ എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം ഇവിടെ പി വിക്കും നമ്മൾ പ്രൊഡക്റ്റ് റൂൾ പറയണം ടി എസിനും പ്രൊഡക്റ്റ് റൂൾ കൊടുക്കണം പി വി വരുമ്പോൾ നോക്കിയേ പി ഡി വി പ്ലസ് വി ഡി പി രണ്ടും പ്ലസ് ടേം ആണ് മൈനസ് ഓഫ് ടി ഡി എസ് പ്ലസ് എസ് ഡി ടി മൈനസ് അകത്തേക്ക് കൊടുക്കും മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ വി ഡി പി പോവില്ല യെസ് വി ഡി പി നമ്മൾ കളഞ്ഞു ബാക്കിയുള്ള എല്ലാം വരുന്നത് വെച്ചാൽ ഡി യു ഈക്വൽ ടു ഡി യുവിൻ്റെ ടേം നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ ഡി ഈക്വൽ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ടേം കൂടെ കൊടുത്ത് ഡി ജി നമ്മൾ ഇതും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടി ഡി എസിൻ്റെ ടേംസ് പോവും പി ഡി വി പോവും ബാക്കിയുള്ളത് വി ഡി പി മൈനസ് എസ് ഡി ടി മാത്രം നിൽക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വിയും വിത്ത് റെസ്പെക്ട് ടു എൻട്രോപ്പിയും ഡിഫറൻഷിയേറ്റ് ചെയ്യുക എൻട്രോപ്പി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡബിൾ ഡിഫറൻഷിയേഷൻ കൊടുത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോ വി ബൈ ഡോ ടി വിത്ത് റെസ്പെക്ട് ടു പി വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ എസ് ബൈ ഡോ പി വിത്ത് റെസ്പെക്ട് ടു ടി ദിസ് ഈസ് നോൺ ആസ് എന്താണ് മാക്സ്വെൽ
ഫോർത്ത് തെർമോഡൈനാമിക് റിലേഷൻസ്. അപ്പോൾ നമുക്ക് ഇതിൽ മാക്സ്വെൽ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ 4 സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഒന്ന് വിത്ത് റെസ്പെക്ട് ടു ഇൻട്രിൻസിക് ഓർ ഇന്റേണൽ എനർജി, രണ്ടാമത്തത് വിത്ത് റെസ്പെക്ട് ടു എൻതാൽപ്പി, മൂന്നാമത്തത് ഹെൽമോൺസ് ഫംഗ്ഷൻ, നാലാമത്തത് എന്താണ് ജേസ് ഫ്രീ എനർജി. ഫസ്റ്റ് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ എനർജി ബേസ് ചെയ്തിട്ട്, സെക്കൻഡ് മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻതാൽപ്പിനെ ബേസ് ചെയ്തിട്ട്, തേർഡ് എന്ന് പറയുന്നത് ഹെൽമോൺസ് ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട്, ഫോർത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ എൻട്രോപ്പി ഗിബ്സ് എനർജിനെ ബേസ് ചെയ്തിട്ട്. ഇങ്ങനെ 4 ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിറൈവ്. ഈ 4 സെറ്റ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഫുൾ മാർക്ക്. പിന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യം ഇവിടെ ഇല്ല. എല്ലാത്തിൻ്റെയും പ്രൊസീജിയർ സെയിം തന്നെയാണ്. അറേഞ്ച്മെന്റിലുള്ള ചെറിയ ഡിഫറൻസ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 5ന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ 28 മാർക്ക് മേടിക്കാൻ പറ്റുന്ന രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡെറിവേഷൻ തിയറി ആയിരുന്നു. ഫസ്റ്റ് പാർട്ടിലെ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ചില സെക്ഷനിൽ പ്രോബ്ലം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ തിയറി തന്നെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു KTUവിൻ്റെ കംപ്ലീറ്റ് ഒരു ജൂലൈ 2021 ചോദിച്ചിട്ടുള്ള 2019 സ്കീമിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓരോ പാർട്ടായിട്ട്. ഇതിന് മുൻപുള്ള പ്രീവിയസ് വീഡിയോസ് എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. മൊഡ്യൂൾ 5 കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓറിയൻ്റ് ആയിട്ട് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ആണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ PK നാഗിന്ന് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത്. മൊത്തമായിട്ട് അല്ലെങ്കിൽ പോലും മൊഡ്യൂൾ 4ലെയും മൊഡ്യൂൾ 5ലെയും പ്രോബ്ലംസ് ഒക്കെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് PK നാഗിൻ്റെ ടെക്സ്റ്റിൽ അതുകൊണ്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ വീഡിയോയും വളരെ ക്ലിയർ ആയിട്ട് കാണുക. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യുക. കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നിങ്ങൾ തന്നിരിക്കും. ഓക്കെ, ഇതിൻ്റെ തുടർന്നുള്ള സെക്ഷൻസിൽ അല്ലെങ്കിൽ തുടർന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അകത്ത് ലോഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ കീപ് വാച്ചിങ്. താങ്ക് യു.